ഫിർഔൻ ജനങ്ങളെ രണ്ട് തട്ടിലാക്കി അവർക്കിടയിൽ ഒരു വർഗീകരണം ഉണ്ടാക്കി എന്ന് പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ചു തരുന്ന സയ്യിദുനാ റസൂലുള്ളാഹ്. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഭരണാധിപന്മാരുടെ ചില പൊളിറ്റിക്സ് എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാകുന്നത് എന്താ? ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന സംഗതിയാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അവരുടെ വാക്കുകൾ എടുത്തു നോക്കിയാലും ആ ഒരു വർഗീകരണത്തിനുള്ള, ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി ഇവിടെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ സ്ഥിരം വായപോയ കോടാലിയുടെ ഒരു കമന്റ് വന്നിട്ടില്ലേ? സത്യം പറഞ്ഞ PC എന്നുള്ള പേര് മനസ്സിലേക്ക് വരണില്ല. അതൊരു വായപോയ കോടാലി തന്നെയാണ്. പറഞ്ഞ വാക്കെന്താണ്? മുസ്ലിമായ ജവഹർലാൽ നെഹ്റു അല്ലെ? ചാച്ചാജി അല്ല, അല്ലെങ്കിൽ ബാപ്പുജി അല്ല, പിന്നെ ബാപ്പു ഹാജിയാണെന്ന് അല്ലെ? ബാപ്പുജിയെ ബാപ്പു ഹാജി ആക്കി മാറ്റി ട്രോളന്മാർ. ഇപ്പൊ PC പറഞ്ഞത് എന്താണ്? ജവഹർലാൽ നെഹ്റു മുസ്ലിം ആയിരുന്നു എന്നാണ്. നമ്മൾ പഠിച്ച ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഒരു മതവിശ്വാസി ആയിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ജവഹർലാൽ നെഹ്റു മുസ്ലിം ആയിരുന്നെങ്കിൽ എന്താ ഇയാൾക്ക് കുഴപ്പം? എന്താണ് ഇവിടെ പ്രശ്നം? ഇവിടെ ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇവിടെ ഹിന്ദു എന്നും മുസ്ലിം എന്നും പറഞ്ഞ് നമ്മൾ തമ്മിൽ തല്ലണം. രണ്ട് മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായിയുടെ ക്രൗര്യത്തോടുകൂടെ വന്ന് നിന്ന് ഇത്തരം വർഗീയത വിളമ്പുന്ന ഇവനെയൊക്കെ എന്ത് ചെയ്യണം? ഒരു മുസ്ലിമാണ് ഇങ്ങനെ അഭിപ്രായം പറയുന്നതെങ്കിൽ ഇവിടെ എന്തെല്ലാം വിഷയങ്ങളുണ്ടാവും. UAPA വരും, മറ്റു പല കേസുകളും വരും. ഇപ്പൊ ഒരു MP പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കുന്നില്ലേ? നമ്മള് ഇന്ത്യ മഹാരാജ്യത്തിന്റെ മനോഹരമായ പതാക, ആ ത്രിവർണ പതാക വാനിലേക്ക് ഉയരുമ്പോ നമ്മുടെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. ആദരവ് കൊണ്ട്, സ്നേഹം കൊണ്ട്, രാജ്യത്തിനോടുള്ള പ്രതിബദ്ധത കൊണ്ട്. ആ ത്രിവർണ പതാകയെ കാവ്യവൽക്കരണം നടത്തണമെന്നൊരു MP പറഞ്ഞപ്പോ യഥാർത്ഥത്തിൽ അതൊരു രാജ്യദ്രോഹപരമായ സംസാരമല്ലേ? എവിടെ പോയി UAPA? രാജ്യദ്രോഹ കുറ്റം ചാർത്താൻ പറ്റുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടും എവിടെ പോയി? ഇപ്പൊ കേവലം മുസൽമാന്റെ നേരെ വരുമ്പോ മാത്രം UAPA അതുപോലെ തന്നെ മറ്റു പല വകുപ്പുകളും കൊണ്ടുവന്ന് ചാർത്തിയിട്ട് അവരെ കാലാകാലം ജയിലിലടക്കുന്ന ഈ തോന്നിയവാസം ഉണ്ടല്ലോ. ഈക്വാലിറ്റി ബിഫോർ ദ ലോ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന ഭരണഘടന പഠിപ്പിക്കുന്ന ആ മനോഹരമായ തത്വസംഹിതയെ നെടുകെ പിളർക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള വായപോയ കോടാലികൾക്ക് സീല് വെക്കണം. ഇങ്ങനെയുള്ള വർഗീയത സംസാരിക്കാൻ അനുവദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കേണൽ സോഫിയ ഖുറൈഷിക്കെതിരെ ഏറ്റവും മോശമായ മ്ലേച്ഛമായ സംസാരം ഒരു MP-യുടെ വായിൽ നിന്ന്, ഒരു പാർലമെന്റേറിയന്റെ വായിൽ നിന്ന് വരുമ്പോ ഈ രാജ്യം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ ഇവരുടെയൊക്കെ ഒരേ ഒരു ലക്ഷ്യം ഇതാണ്. ആ ഫിർഔൻ തുടങ്ങി വെച്ച, ബ്രിട്ടീഷുകാർ ഏറ്റെടുത്ത ലക്ഷ്യം ഡിവൈഡ് ആൻഡ് റൂൾ. നമ്മളെ ഭിന്നിപ്പിക്കുക, നമ്മളെ തമ്മിലടിപ്പിക്കുക, അതിൽ നിന്ന് ചോര കുടിക്കുക, അതിൽ നിന്ന് വളരുക. ഇപ്പൊ ഈ വായപോയ കോടാലി എന്ന് പറഞ്ഞില്ല, ഇവരൊക്കെ സ്വന്തം നാട്ടിൽ വല്ല വിലയുണ്ടോ? ആരെങ്കിലും വില വെക്കുന്നുണ്ടോ? അപ്പൊ ഇവരുടെ ഈ ഫാസിസ്റ്റുകളിൽ നിന്ന് പിന്നീട് മാറി വന്ന ചിലർ പറയാറുണ്ട്, ഞങ്ങൾക്കിടയിൽ സ്റ്റഡി ക്ലാസ്സുകൾക്കിടയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ആശയം ഇതാണ്: നമുക്ക് ചിലപ്പോൾ സമൂഹത്തിൽ സ്ഥാനമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇവരെ തമ്മിൽ അടുപ്പിക്കണം. ഹൈന്ദവനെയും മുസൽമാനെയും ക്രൈസ്തവനെയും തമ്മിൽ തല്ലിച്ചാലേ നമുക്കവിടെ വിജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജിയും അതാണ്, ഇവരുടെ പൊളിറ്റിക്സും അതാണ്. ഈ പൊളിറ്റിക്സിന്റെ തുടക്കക്കാരൻ ആരാണെന്നാണ് ഖുർആൻ പറയുന്നത്. ഇന്ന ഫിർഔന അലാ ഫിൽ അർള്, ഫിർഔൻ ജനങ്ങളെ ഭിന്നിപ്പിച്ചു, ഈ ഭൂമിയിലെ ജനങ്ങളെ രണ്ട് തട്ടിലാക്കി എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. കോപ്റ്റ് വംശജർ ഫിർഔനിന്റെ ആളുകളായിരുന്നു, സവർണന്മാരായിരുന്നു അവർ. ഇസ്രായേലികളോ അവർ അവർണ വിഭാഗമാണ്, അവർ താഴേക്കിടയിലുള്ള ആളുകൾ, അവരേറ്റവും മോശക്കാരാണ്, അവരെ മാറ്റി നിർത്തപ്പെട്ടവരാണ് അവർ. ആ സമൂഹത്തെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്, നുരീദു അൻ നമുന്ന അലല്ലദീന സ്തുളിഫൂ ഫിൽ അർള്, ഭൂമിയിൽ മാറ്റി നിർത്തപ്പെട്ട സമൂഹത്തെ ഉദ്ധരിക്കലാണ് നമ്മുടെ ഉദ്ദേശം, അവരെ ഉയർത്തിക്കൊണ്ടുവരലാണ് നമ്മുടെ ഉദ്ദേശം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഭൂമിയിലെ അബല വിഭാഗങ്ങളെ, ദുർബല വിഭാഗങ്ങളെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരലാണ് നമ്മുടെ ഉദ്ദേശമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഓതിത്തരാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള എല്ലാ പ്രവാചകന്മാരുടെയും പ്രവർത്തനവും ഈ മേഖലയിലായിരുന്നു. പാവപ്പെട്ടവരെ, അശരണരെ, അഗതികളെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ തോളോട് തോൾ ചേർത്ത് പിടിക്കുക. ഹബീബായ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ അവർണരായി മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തെ ചേർത്ത് പിടിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ബിലാലിനെയൊക്കെ അറപ്പോടുകൂടെയാണ് അറബികൾ നോക്കിയിരുന്നത്. അമ്മാറിനെ കണ്ടാൽ ആ വഴിയിലൂടെ നടക്കാതിരുന്ന അറബികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം, കണ്ണറിയാത്ത സ്വഹാബി എന്ന നിലക്ക് ജനങ്ങൾ ഒരു പരിഗണനയും കൊടുത്തിരുന്നില്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ചു, ബിലാലിനെ സയ്യിദുനാ ബിലാലാക്കി മാറ്റി.
അമ്മാറിനെ സയ്യിദുന അമ്മാറാക്കി മാറ്റി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നുരീദു അൻ നമുന്ന അലൽ ലദീന സ്തുദഈഫു ഫിൽ അർദ്, ഭൂമിയിലെ അബല വിഭാഗങ്ങളെ ഉയർത്താൻ നാം തീരുമാനിച്ചു. വനജഅലഹും അഇമ്മ വനജഅലഹുമുൽ വാരിസീൻ, അവരെ നേതാക്കന്മാരാക്കാനും അവരെ അധികാരികളാക്കാനും നാം ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. പരീക്ഷണങ്ങളുണ്ടാവും. ആ പരീക്ഷണങ്ങളിലൊക്കെ വിജയിച്ചു കഴിയുമ്പോൾ അള്ളാഹു നമ്മളെ ഉയർത്തുന്നതാണ്. പക്ഷെ ആരൊക്കെ വിജയിക്കുന്നുണ്ട്? ഇപ്പൊ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലികളെയും കൊണ്ട് ഫലസ്തീനിലേക്ക് യാത്ര പോകുമ്പോൾ അവർ ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടതാണ്. അതായത് ചെങ്കടലൊക്കെ അവർക്ക് വേണ്ടി പിളർത്തിക്കൊടുത്ത് അത് മാറി നിന്ന് അവർ അതിനിടയിലൂടെ നടന്നുപോയതൊക്കെ കണ്ട മനുഷ്യന്മാര് അവിടെ ചെല്ലുന്ന സമയത്ത് ശത്രുക്കൾ അങ്ങോട്ട് കടത്തിവിടുന്നില്ല. ഇപ്പൊ മൂസാ നബി പറയുന്നുണ്ട് നമുക്ക് അവരുമായിട്ട് യുദ്ധം ചെയ്യണം. അവര് പറഞ്ഞെന്താ, ഇദ്ഹബ് അൻത വറബ്ബുക ഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. മൂസ, ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ, നീ നിന്റെ റബ്ബും കൂടെ പോയി യുദ്ധം ചെയ്തോ, എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഞങ്ങൾ വരാം. ഇങ്ങനെ ഇതുപോലെ നന്ദികേട് കാണിച്ചവരാണ് ഇസ്രായേലികളെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. പക്ഷെ സ്വഹാബത്ത് അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തരാണ്. ഇതേ സംഗതി എടുത്തു പറയുന്നുണ്ട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. എപ്പോഴാണെന്നറിയോ? ബദറിന്റെ വേളയിൽ അള്ളാന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട്, സ്വഹാബ നമ്മൾ ഇറങ്ങല്ലേ? ഇറങ്ങാണ് നബിയെ. വീണ്ടും നമ്മൾ ഇറങ്ങല്ലേ? ഇറങ്ങാണ് നബിയെ, നമുക്ക് പോവാലോ. അങ്ങ് പറഞ്ഞ ഞങ്ങൾ തയ്യാറല്ലേ? വീണ്ടും നമ്മൾ ഇറങ്ങല്ലേ? അപ്പൊ അത് മുഹാജിറുകളെ ഉദ്ദേശിച്ചിട്ടല്ല, അൻസാറുകളെ ഉദ്ദേശിച്ചിട്ടാണ്. ഉടനെ സഅദ് ഇബ്നു മുആദ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് അറബിക്കടലിലേക്ക് ചാടാൻ പറഞ്ഞാലും ഞങ്ങൾ തയ്യാറാണ് നബിയെ. മൂസയോട് അവിടുത്തെ അനുയായികൾ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല നബിയെ. അങ്ങ് എവിടെ പോകാൻ പറയുന്നു? ഞങ്ങൾ തയ്യാറാണ് യാ റസൂലല്ലാഹ്. ആ കാണുന്ന അറബിക്കടലിൽ ചാടാൻ എന്ന് പറഞ്ഞാലും ഒരു വാക്ക് തിരിച്ചു പറയാതെ അറബിക്കടലിൽ ചാടാൻ ഞങ്ങൾ തയ്യാറാണെന്ന് സയ്യിദുനാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അത്രമേൽ അനുധാവനം ചെയ്യപ്പെട്ടൊരു നേതാവ് ലോകത്ത് വേറെ ഉണ്ടാവൂല. അവിടുന്ന് എങ്ങോട്ടാണോ തുപ്പുന്നത് അങ്ങോട്ടേ അവർ തുപ്പൂ. അവിടുന്ന് എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത് ആ കൈകൊണ്ടേ അവർ വെള്ളം കുടിക്കൂ. അവിടുന്ന് നടക്കുന്നത് പോലെ അവർ നടക്കൂ. അതുകൊണ്ടാണ് ശാസ്ത്രകാരന്മാർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിത്രകാരന്മാർ വളരെ മനോഹരമായി വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: നോ വൺ റിഗാർഡഡ് ബൈ എനി സെക്ഷൻ ഓഫ് ഹ്യൂമൻ റേസ് ആസ് ദിസ് പെർഫെക്റ്റ് മാൻ ഹാസ് ബീൻ ഇമിറ്റേറ്റഡ് സോ മൈന്യൂട്ട്ലി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ഓരോ വിഷയത്തിലും ഇമിറ്റേറ്റ് ചെയ്യപ്പെട്ടൊരു മനുഷ്യൻ ലോകത്ത് വേറെയില്ല. ഒരുപാട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. ആ സമൂഹം നടത്തിയ പോരാട്ടങ്ങൾ കൂടെയാണ് പരിശുദ്ധമായ ഈ മുഹറത്തിൽ ഹിജ്റയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. അള്ളാഹുവിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ, സർവവും അള്ളാഹുവിന് വേണ്ടി ത്യജിച്ചവരാണവർ. അവരുടെ നേതാവാണ് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ്.